ഷാഫിയുടെ വീഴ്ചയിൽ വലിയ കാര്യങ്ങൾ ഈ കേരളത്തിന് പഠിക്കാനുണ്ട്. കാരണം ഷാഫി എന്ന നേതാവിനെ ഈ നാട് കാത്ത് പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് അത്രമേൽ വലിയതായിട്ടാണ്. ഈ നാട്ടിലെ ഡിവിഡന്റ്, ഡെമോഗ്രാഫിക് ഡിവിഡന്റ്, ഈ നാട്ടിലെ യുവാക്കൾ, ഈ നാട്ടിൽ രാഷ്ട്രീയത്തിൽ നല്ല കാലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന യുവജനത, എന്തിനും ഏതിനും ഉണർന്നു പ്രവർത്തിക്കുന്ന യുവത്വമൊക്കെ ഒരു ഫേസ് വാല്യൂ ഉള്ള ആളായി കണ്ടിരുന്ന ഷാഫിയാണ് സമീപകാലങ്ങളിൽ പിന്തിരിഞ്ഞു നടന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ഫേസ് വാല്യൂവിൽ നിന്ന്. എടുത്തു നോക്കൂ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ പെട്ടി വിവാദത്തിൽ രാത്രി നടത്തിയ ഷോ ഓഫി, അങ്ങനെ ഒരു പേര് പോലും ഷാഫിക്ക് ചാർത്തിക്കൊടുത്ത സോഷ്യൽ മീഡിയ യുവാക്കൾ ഷോഫി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോലും ഷാഫി പോയത് അതുകൊണ്ടാണ്. പറയുന്ന കാര്യങ്ങളിൽ ലോജിക് ഇല്ലാതെ ഏതൊരു രാഷ്ട്രീയക്കാരനും പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളിൽ മാത്രം നിന്ന് ഷാഫി സംസാരിച്ചു തുടങ്ങിയപ്പോ ക്രെഡിബിലിറ്റിയാണ് ഇല്ലാതായി പോയത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ മൂക്കിന്റെ പാലം പൊട്ടി അതിന്റെ വിഷയത്തിൽ ഷാഫി വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ വിചാരണയ്ക്ക് പാത്രമായിരുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം ഷാഫി ആ പറയുന്ന സ്റ്റേജിൽ ഉണ്ടാക്കിയ പിടിവലി ഉണ്ടല്ലോ, വടംവലി ഉണ്ടല്ലോ, ആ കൈവച്ച ആ മധ്യവയസ്കനായ പ്രവർത്തകനെ വലിച്ചിഴച്ചു കൊണ്ടുപോകും വിധത്തിൽ ഷാഫി നടത്തിയ ഷോ, അതിനെല്ലാം ശേഷം ഷാഫി വന്ന് പറയുന്ന ന്യായീകരണമാണ് ഷാഫിയുടെ തോൽവിക്ക് കാരണം. ഷാഫി രാഷ്ട്രീയ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നുണ്ടോ, UDFന്റെ വലിയ മണ്ഡലങ്ങളിൽ പ്രചാരണ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഷാഫി വിജയിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, മറിച്ച് ഷാഫി എന്ന് പറയുന്ന പബ്ലിക് ഫിഗറിനെ വലിയ രീതിയിൽ ക്രെഡിബിലിറ്റി ഇഷ്യൂവിലേക്ക്, വലിയ രീതിയിൽ തരം താഴലിലേക്ക് തള്ളിവിട്ട വിഷയങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാഫി എന്ന് പറയുന്ന വ്യക്തി ഇതിനെല്ലാം ശേഷം വന്ന് മാധ്യമങ്ങളോട് പറയുന്നത്, ഈ നാട്ടിലെ ജനസമൂഹത്തോട് പറയുമ്പോഴാണ് നിലവാര തകർച്ച എത്രമാത്രമാണെന്ന് മനസ്സിലാക്കി പോകുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഈ നാട്ടിലെ ജനത്തിന്റെ തിരക്കിലേക്ക് നിങ്ങൾ നോക്കൂ, നേതാക്കളുടെ തള്ളിലേക്കല്ല നോക്കേണ്ടത് എന്ന് പറയുമ്പോ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കിക്കോളാം, ഞാൻ പാർട്ടിക്കുമേൽ അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു പിടിമുകളിലെങ്കിലും വളർന്നു കഴിഞ്ഞിരിക്കുന്ന നേതാവാണ് എന്ന് ഷാഫി പറയാതെ പറയുമ്പോഴാണ് ഈ നാട്ടിലെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ്, ഈ നാട്ടിലെ യുവാക്കൾ ഷാഫിക്ക് മാർക്കിട്ട് പോകുന്നത്. ഷാഫിയെ പാലക്കാട് വളർന്നുദിച്ചു വന്നിരുന്ന സമയത്ത് വലിയ പ്രതീക്ഷയായിരുന്നു. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഷാഫിയെ കുറിച്ച് ഈ നാട്ടിലെ യുവാക്കൾ, ജനങ്ങൾ പ്രായഭേദമന്യേ പോലും വിലയിരുത്തലുകൾ നല്ല രീതിയിൽ നടത്തിയിരുന്നു. അവിടെ നിന്നാണ് ഒരു സാധാരണ പക്ക രാഷ്ട്രീയക്കാരനിലേക്ക്, നിലവാര തകർച്ചയിലേക്ക് ഷാഫി കടന്നുപോയത്. ഇന്ന് ഷാഫിയും കോൺഗ്രസിന്റെ മുഴുവൻ ആ ഒരു നെഗറ്റീവ് വാല്യൂവും ഷാഫിയും പേറുന്നു എന്നുള്ളതാണ്. പലതവണ സോഷ്യൽ മീഡിയ, മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഷാഫി പാർട്ടിക്ക് അതീതനായിരുന്നു. ഏത് വിധത്തിൽ? ഷാഫി കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായാലും ഷാഫി അതിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. ആളുകൾ ഷാഫിക്ക് ആ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഷാഫി ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേർന്ന് വന്നത്. ചില BJPക്കാരെ നമ്മൾ പറയില്ലേ, എത്രമേൽ വലിയ പൊസിഷനിൽ ഇരുന്നവരാണെങ്കിലും അവർ BJPയിലേക്ക് വരുമ്പോൾ BJPയുടെ ഫൂളിഷ്നെസ്സിലേക്ക് അവരും കടന്നു പോകുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെ ഷാഫിയും ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായി മാറിയിരിക്കുന്നു. ഏത് കോൺഗ്രസ്സുകാരൻ? ഗ്രൂപ്പിസത്തിൽ നിറഞ്ഞ് നേതാക്കൾ തമ്മിൽ തമ്മിത്തല്ലുണ്ടാകുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ആ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിച്ചിഴക്കപ്പെട്ടതിന് ശേഷവും അകാരണമായി വന്നിരുന്നു വെറുതെ നുണ പറയുന്ന കോൺഗ്രസിന്റെ സ്ഥിരം ശൈലിയിലേക്ക് ഷാഫി എന്ന ഒരു പ്രവർത്തകനും വന്നു വീണിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ബലമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഷാഫി അധികായനല്ല, ഷാഫി ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നു. ഷാഫി ഏതു രീതിയിലുള്ള മാറ്റങ്ങൾക്കും വിധേയനാകേണ്ടി വരുമെന്ന് നമുക്ക് പറയേണ്ടി വരും.